നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 ജാനുവരി 16 വെള്ളിയാഴ്ച ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. നിയമപരമായ കാര്യങ്ങളിൽ തിരിച്ചടികൾ നേരിടാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം. ജലസംബന്ധമായ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അപകട സാധ്യതയുള്ളതിനാൽ അതീവ ശ്രദ്ധ ആവശ്യമാണ്. കാര്യതടസ്സങ്ങളും മാനസികമായ അസ്വസ്ഥതകളും ഇന്ന് അലട്ടിയേക്കാം. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. കൃഷി, പക്ഷി, മൃഗാദികൾ എന്നിവയുമായി ബന്ധപ്പെട്ട ബിസിനസ് ചെയ്യുന്നവർക്ക് വലിയ സാമ്പത്തിക നഷ്ടത്തിന് സാധ്യതയുണ്ട്. മക്കളുടെ ആരോഗ്യകാര്യത്തിൽ വിഷമതകൾ അനുഭവപ്പെടാം. കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ രൂക്ഷമാകാൻ ഇടയുള്ളതിനാൽ സംസാരത്തിൽ മിതത്വം പാലിക്കുക. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. കുടുംബത്തിൽ സമാധാനവും സ്വസ്ഥതയും നിലനിൽക്കുന്ന ദിനമായിരിക്കും. മംഗളകർമ്മങ്ങൾ നടക്കാനും ആരോഗ്യസ്ഥിതി തൃപ്തികരമായി തുടരാനും സാഹചര്യം ഉണ്ട്. ദാമ്പത്യ ഐക്യം, വാഹനഭാഗ്യം, കീർത്തി, ധനലാഭം എന്നിവ ഇന്ന് ഫലമാണ്. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. തൊഴിൽ രംഗത്ത് വലിയ വിജയം കൈവരിക്കാൻ സാധിക്കും. ശത്രുക്കളുടെ ശല്യം കുറയുകയും സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. ബിസിനസ്സുകാർക്ക് ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം വലിയ ലാഭത്തിൽ എത്തിച്ചേരുന്ന അനുകൂലമായ സാഹചര്യമാണ് ഇന്നുള്ളത്. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. ശാരീരികമായ ക്ഷീണവും ആരോഗ്യക്കുറവും അനുഭവപ്പെടാൻ ഇടയുണ്ട്. മനസ്സമാധാനം കുറയാനും ഏർപ്പെടുന്ന കാര്യങ്ങളിൽ തടസ്സങ്ങൾ നേരിടാനും സാധ്യതയുണ്ട്. അപമാനത്തിനോ ഉദരസംബന്ധമായ രോഗങ്ങൾക്കോ സാധ്യതയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കുക. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. ഉറക്കക്കുറവും ദുസ്വപ്നങ്ങളും അലട്ടാൻ സാധ്യതയുള്ള ദിനമാണിത്. ജീവിത പങ്കാളിയുടെയോ മക്കളുടെയോ ആരോഗ്യകാര്യത്തിൽ വലിയ തിരിച്ചടികൾ നേരിടാൻ ഇടയുണ്ട്. മാനസികമായി കരുത്ത് കൈവിടാതെ കാര്യങ്ങളെ സമീപിക്കേണ്ട സമയമാണിത്. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. കുടുംബത്തിൽ സൗഖ്യവും സമാധാനവും ലഭിക്കും. നിയമപരമായ തർക്കങ്ങളിൽ വിജയം കൈവരിക്കാൻ സാധിക്കും. പുതിയ സുഹൃത്തുക്കളെ ലഭിക്കാനും രോഗങ്ങളിൽ നിന്ന് മോചനം നേടാനും അവസരം ഉണ്ടാകും. വിദ്യാഭ്യാസ പുരോഗതിയും രചനകൾ വഴി പ്രശസ്തിയും ഇന്ന് തേടിയെത്തും. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. കുടുംബത്തിൽ ജീവിത പങ്കാളിയുമായോ മക്കളുമായോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. ധനക്ലേശവും അപമാനവും നേരിടേണ്ടി വന്നേക്കാം. ശിരോരോഗങ്ങൾ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുക. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. ബിസിനസ് രംഗത്ത് മികച്ച പുരോഗതി ദൃശ്യമാകും. ആകർഷകമായ അവതരണ ശൈലിയിലൂടെ എല്ലാവരുടെയും പ്രശംസ പിടിച്ചുപറ്റാൻ സാധിക്കും. ശത്രുക്കളുടെ അപവാദ പ്രചാരണങ്ങൾ നിഷ്ഫലമാകും. കുടുംബത്തിൽ സമാധാനപരമായ അന്തരീക്ഷം നിലനിൽക്കും. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. ശത്രുക്കളിൽ നിന്ന് ബുദ്ധിമുട്ടുകൾ നേരിടാൻ സാധ്യതയുണ്ട്. നിയമപരമായ കാര്യങ്ങളിൽ പരാജയം, ഏർപ്പെടുന്ന കാര്യങ്ങളിൽ തടസ്സവും അനുഭവപ്പെടാം. കുടുംബകലഹം മനസ്സമാധാനം കെടുത്താൻ ഇടയുണ്ട്. ശാരീരികമായ ക്ഷീണവും രോഗപീഠങ്ങളും അലട്ടിയേക്കാം. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും തിരികെ ലഭിക്കും. ശത്രുദോഷങ്ങൾ മാറി ആരോഗ്യം വർദ്ധിക്കും. തൊഴിൽ രംഗത്ത് വിജയം കൈവരിക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരോടൊപ്പം സന്തോഷകരമായി സമയം ചെലവഴിക്കാൻ ഇന്ന് അവസരം ലഭിക്കും. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. കർമ്മരംഗത്ത് മികച്ച പുരോഗതി ഉണ്ടാകും. ബിസിനസ്സുകാർക്ക് പുതിയ അവസരങ്ങൾ തേടിയെത്തും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനും സാമ്പത്തികമായി വലിയ ലാഭമുണ്ടാകാനും സാധ്യതയുള്ള ശുഭദിനമാണിത്. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.